കെ ശശീന്ദ്രനെ പിന്തുണച്ചും തോമസ് കെ തോമസിനെ രൂക്ഷമായി വിമർശിച്ചും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ ലേഖനം. തോമസ് കെ തോമസിന് രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യം അശേഷമില്ല. കുട്ടനാട് സീറ്റ് തറവാട് വകയെന്ന് പറഞ്ഞ് പിടിച്ചുവാങ്ങി ജയിച്ചു വന്നയാളാണെന്നും വെള്ളാപ്പള്ളി വിമർശിച്ചു. കെ ശശീന്ദ്രൻ രാഷ്ട്രീയ പാരമ്പര്യവും ജനപിന്തുണയുമുള്ള ആളാണെന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി കുട്ടനാട് സീറ്റ് NCPയിൽ നിന്ന് CPM ഏറ്റെടുക്കണമെന്നും ആവശ്യപ്പെട്ടു. ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, ഇതിൽ വെള്ളാപ്പള്ളിയുടെ വിമർശനം ഈ തരത്തിൽ വരുമ്പോൾ, തോമസ് കെ തോമസിനെതിരെ വരുമ്പോൾ, ഇത് CPM നേതൃത്വം സ്വീകരിക്കുന്ന നിലപാടുമായി കൂട്ടിച്ചേർത്ത് വായിക്കാവുന്ന ഒന്നാണ്. അതായത് CPM എടുത്തിരിക്കുന്ന തീരുമാനത്തിനൊപ്പം നിന്നുകൊണ്ട് വെള്ളാപ്പള്ളി അങ്ങനെ ഒരു അഭിപ്രായം പറയുന്നു. കുട്ടനാട് സീറ്റ് CPM തന്നെ ഏറ്റെടുക്കണമെന്നെല്ലാം പറയുമ്പോൾ ഇതിന് വരികൾക്കിടയിൽ വായിക്കേണ്ടത് എന്താണ്? വെള്ളാപ്പള്ളി ഉറ്റുനോക്കുന്നത് എന്തിലേക്കായിരിക്കും? അപർണത്തോടെ തന്നെ വെള്ളാപ്പള്ളി നടേശനും തോമസ് കെ തോമസും തമ്മിൽ രണ്ട് ധ്രുവങ്ങളിലാണ്. ആദ്യഘട്ടത്തിൽ തോമസ് കെ തോമസിനെ മത്സരിപ്പിക്കാനായി കുട്ടനാട്ടിൽ തീരുമാനിച്ച ഘട്ടത്തിൽ തന്നെ രൂക്ഷ വിമർശനം അഴിച്ചുവിട്ട ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. എന്തായാലും ഇപ്പോൾ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട് കെ ശശീന്ദ്രന് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ടുള്ള വരികളാണ് SNDP യോഗം ജനറൽ സെക്രട്ടറിയുടെ യോഗനാഥത്തിലെ ലേഖനത്തിൽ ഉള്ളത്. അതിൽ കൃത്യമായി പറയുന്നത് തോമസ് കെ തോമസിനെതിരെ രൂക്ഷ വിമർശനമാണ് ആ ലേഖനം അഴിച്ചുവിടുന്നത്. തോമസ് കെ തോമസിനും ഒപ്പം തന്നെ PC ചാക്കോയ്ക്കുമെതിരെയുള്ള വിമർശനമാണ്. ഒരു കുബേരന്റെ മന്ത്രിമോഹം കണ്ട് അത്തരത്തിൽ ഒരു നീക്കത്തിന് ഇടതുമുന്നണി നിൽക്കരുത് എന്നാണ് വെള്ളാപ്പള്ളി അത് കുറിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ NCPക്ക് കുട്ടനാട് സീറ്റ് നൽകിയത് അക്ഷന്തവ്യമായ അപരാധമായി പോയി എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ഒരു തറവാട്ട് സ്വത്ത് പോലെയാണ് തോമസ് കെ തോമസ് കുട്ടനാട് സീറ്റ് പിടിച്ചു വെച്ചിരിക്കുന്നത്. അത് അത്തരത്തിൽ തോമസ് ചാണ്ടിയുടെ യാതൊരു ഗുണവും ഇല്ലാത്ത, രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്ത ഒരു വ്യവസായി മാത്രമാണ് തോമസ് കെ തോമസ്. അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കുട്ടനാട്ടിലെ അടിസ്ഥാന വർഗമാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടനാട്ടിലെ അടിസ്ഥാന വർഗം ഇത്തരത്തിൽ തോമസ് കെ തോമസിന് വോട്ട് നൽകി വിജയിപ്പിച്ചത് ഇടതുപക്ഷത്തോടുള്ള ഇടത് വേരുകൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് അത്തരമൊരു ജയത്തിലേക്ക് പോയത് എന്നുള്ളതും അദ്ദേഹം പറയുന്നു. മാത്രമല്ല, പണാധിപത്യം കൊണ്ട് അധികാരം നേടാനായി ശ്രമിക്കുന്നു. മന്ത്രിസ്ഥാനത്തിന് വേണ്ടി നടത്തുന്ന PC ചാക്കോയും തോമസ് കെ തോമസും നടത്തുന്ന കളികൾ കണ്ട് കേരളം ചിരിക്കുകയാണ് എന്നുള്ളതാണ് വെള്ളാപ്പള്ളി ലേഖനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, ഈ കുട്ടനാട് സീറ്റ് ഇടതുപക്ഷം ഏറ്റെടുക്കണം, ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റെടുക്കണം എന്നുള്ള ഒരു നിർദ്ദേശവും കൂടി ഈ ലേഖനത്തിൽ ഉണ്ട്. ജനം ജയിപ്പിച്ചത് അത്തരത്തിൽ കമ്മ്യൂണിസ്റ്റ് ഇടത് വേരുകൾ ഉള്ളത് കൊണ്ട് മാത്രമാണ്, അതിന്റെ ശക്തി കൊണ്ട് മാത്രമാണ് തോമസിന് വിജയിക്കാൻ കഴിഞ്ഞത്. തോമസ് കെ തോമസിന് പണക്കൊഴുപ്പ് കൊണ്ടുള്ള അഹങ്കാരമാണെന്ന് പറയുന്നു. അത്തരത്തിൽ രൂക്ഷ വിമർശനം ലേഖനത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ തോമസ് കെ തോമസിനെതിരെയും ഒപ്പം തന്നെ ഈ ഒരു വ്യവസായിയുടെ പണാധിപത്യം കണ്ട് PC ചാക്കോ അതിന് കൂട്ടുനിൽക്കുന്നു, അതിന് പിന്നിലുള്ള ലക്ഷ്യം എന്താണെന്നും ഇതിന് പിന്നിൽ ചില സാമുദായിക തന്ത്രങ്ങളുണ്ടെന്നും സാമുദായിക കൂട്ടായ്മയുടെ ചില കളികൾ അതിനകത്ത് നടക്കുന്നുണ്ട്. ഈ ഒരു മന്ത്രിസ്ഥാനത്തിലേക്ക് തോമസ് കെ തോമസിനെ PC ചാക്കോ മുന്നോട്ട് വെക്കുന്നതിന് പിന്നിൽ ചില സാമുദായികമായ ചില കളികളും നടക്കുന്നുണ്ട് എന്നുള്ള ആക്ഷേപവും ഉന്നയിക്കുന്നു. ഇത്തരത്തിൽ വലിയ വിമർശനം ഉന്നയിച്ച ശേഷം പിന്നിലേക്ക് വരുമ്പോൾ കെ ശശീന്ദ്രന് പൂർണ്ണമായ പിന്തുണ ഈ ലേഖനം നൽകുന്നുണ്ട് എന്നുള്ളതാണ്. ശശീന്ദ്രൻ രാഷ്ട്രീയ പാരമ്പര്യവും ജനപിന്തുണയുമുള്ള ആളാണ് എന്നുള്ളതാണ് ലേഖനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇടത് സർക്കാരിലെ പിന്നോക്ക പ്രതിനിധി കൂടിയാണ് എന്നുള്ളതും, അതും ഇടത് സർക്കാരിലെ പിന്നോക്ക പ്രതിനിധിയാണ്, അതുകൊണ്ട് തന്നെ നിലനിർത്തേണ്ട ആളാണ് എന്നുള്ള